തൈരിനൊപ്പം ചില ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഇത്തരത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ആയുർവേദം എന്നത് ആയിരക്കണക്കിന് വർഷത്തെ നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു മഹത്തായ ശാസ്ത്രം തന്നെയാണ്. ആയുർവേദം കൽപ്പിക്കുന്നു. ശാസ്ത്രം സൗമ്യമായി വിശദീകരിച്ചു തരുന്നു. ആയുർവേദം തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് പറയും. എന്നാൽ ശാസ്ത്രം എത്ര ഡിഗ്രിയിൽ എത്ര സമയം തൊട്ടാൽ എത്ര ശതമാനം പൊള്ളും എന്ന് വിശദമായി പറഞ്ഞുതരും. ആയുർവേദം തൈര് രാത്രി കഴിക്കരുതെന്ന് പറയും. ശാസ്ത്രം ദഹന പ്രശ്നം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയും. തൈര് പോഷകങ്ങളുടെ കലവറയാണ്. പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം, ഫോസ്ഫറസ്, പ്രോട്ടീൻ എന്നിവ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിൽ തൈരിൽ അടങ്ങിയിട്ടുണ്ട്. ദഹനമെളുപ്പമാക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, ചർമ്മത്തിനും മുടിക്കും തിളക്കം നൽകുന്നു, എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നു. ഇനി മോരും വെള്ളം അമൃതാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തൈരിനെക്കുറിച്ച് ഒരുപാട് മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിലും മോരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശ്ലോകങ്ങളാണ് കൂടുതലുള്ളത്. തൈരിനെ പോലെ ഇത് ശരീരത്തിന് ഭാരമുണ്ടാക്കില്ല. ലൈറ്റ് ടു ഡൈജസ്റ്റ്. സംഭാരം അതായത് തക്രം. യഥാസുരാണാം അമൃതം സുഖായ തഥാ നരാണാം ഭുവി തക്രമാഹുഹു. അതായത് സ്വർഗത്തിലുള്ള ദേവന്മാർക്ക് അമൃത് എങ്ങനെയോ അതുപോലെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് സന്തോഷവും ആരോഗ്യവും നൽകുന്ന ഒന്നാണ് മോര്. എന്തുകൊണ്ടാണ് മോരിനെ ഇത്ര പുകഴ്ത്തുന്നത്? തൈര് വെള്ളം ചേർത്ത് കടഞ്ഞ് വെണ്ണ മാറ്റിയതാണ് തക്രം. തൈരിനെ പോലെ ഇത് ശരീരത്തിന് ഭാരമുണ്ടാക്കില്ല. നമ്മുടെ ദഹനശക്തിയെ ഡൈജസ്റ്റീവ് ഫെയർ വർദ്ധിപ്പിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. വാദം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെയും ഒരുപോലെ സന്തുലിതമാക്കാൻ മോരിന് കഴിയും. ആയുർവേദം തൈരിനെതിരെ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും മോരിനെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു. എന്നിട്ടും ചില വൈദ്യന്മാരും തൈരിനെ കാണിച്ച് പേടിപ്പിക്കുന്നു. ശരിക്കും ആരാണിവൻ? വരുത്തനോ? പേര് ലാബ്. ഇരട്ട പേര് പറയട. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. വംശം ലാക്ടോബാസില്ലേസി. റീജിയൻ പശ്ചിമേഷ്യയിൽ തുർക്കി. ജീവൻ രക്ഷകരാണ് സാറേ. കൂലി എത്ര? കൂലി വേണ്ട സാറേ. ഇച്ചിരി പാലും ഇച്ചിരി ചൂടും തന്നാൽ മതി, പിന്നെ പൊരിക്കും ഞങ്ങൾ. അതെ, ഏകദേശം 8000 വർഷങ്ങൾക്ക് മുൻപ് മധ്യേഷ്യയിലോ പശ്ചിമേഷ്യയിലോ മറ്റോ ഉള്ള നാടോടികളാണ് ഇവരെ തിരിച്ചറിഞ്ഞത് എന്നാണ് കരുതപ്പെടുന്നത്. അതൊരു അബദ്ധത്തിൽ സംഭവിച്ച കണ്ടുപിടുത്തം ആണെന്ന് പറയേണ്ടി വരും. അന്ന് പാൽ സൂക്ഷിക്കാൻ മൃഗങ്ങളുടെ വയർസ്റ്റൊമക്ക് ഉപയോഗിച്ചുള്ള സഞ്ചികളിലായിരുന്നു. ഈ സഞ്ചിയിലുള്ള എൻസൈമുകളും പുറത്തെ ചൂടും ചേർന്നപ്പോൾ പാൽ സ്വാഭാവികമായി ഉറച്ചു തൈരായി. ഇത് കഴിച്ചു നോക്കിയപ്പോൾ കേടായതല്ലെന്നും നല്ല രുചിയാണെന്നും മനസ്സിലാക്കിയതോടെയാണ് തൈര് മനുഷ്യന്റെ ഭക്ഷണക്രമത്തിൽ ഇടം പിടിച്ചത്. ആയുർവേദത്തിൽ തൈര് ഒരു ഭക്ഷണ പദാർത്ഥം മാത്രമല്ല, ഒരു മരുന്നു കൂടിയായിരുന്നു. പഞ്ചാമൃതം വഴിപാടുകളിലും മറ്റും തൈര് പ്രധാന ഇനമായി മാറിയത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ തൈര് ഉണ്ടാക്കുന്ന രീതി ലോകത്തിന്റെ പല ഭാഗത്തും ഒരേ സമയം വികസിച്ചു വന്നിട്ടുണ്ടാകാം. പക്ഷേ അത് സംസ്കാരത്തിന്റെ ഭാഗമാക്കിയത് ഇന്ത്യക്കാരാണെന്ന് പറയാം. പശുവിൻ പാലും മാത്രമല്ല തൈരിന്റെ ഉറവിടം. മധ്യേഷ്യയിലും മണലാരണ്യത്തിലും ആദ്യകാലങ്ങളിൽ അവിടെ പശുവിനേക്കാൾ കൂടുതൽ ഒട്ടകപ്പാലും ആട്ടിൻപാലും ഉപയോഗിച്ചാണ് അവർ തൈര് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന യോഗർട്ട് എന്ന വാക്ക് വന്നത് തുർക്കിഷ് ഭാഷയിലെ യോർമാക്, അതായത് കട്ടിയാക്കുക എന്ന വാക്കിൽ നിന്നാണ്. തൈരിൻ പിന്നിൽ കൂലിയില്ലാതെ പണിയെടുക്കുന്ന പാവങ്ങളെ ശാസ്ത്രീയമായി പൊതുവെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് വിളിക്കുന്നു. ലാബ് അതിഥി തൊഴിലാളി. കുടൽ വെറുമൊരു ദഹനക്കുഴലല്ല, അത് നമ്മുടെ രണ്ടാമത്തെ തലച്ചോറാണ്. അവിടെ പണിയെടുക്കുന്ന ഈ ലാബ് ഭായിമാരാണ് നമ്മുടെ ശരിക്കുമുള്ള സ്പോൺസർമാർ. ലാബ് ഇല്ലെങ്കിൽ ജീവനില്ല, ലാബ് ഇല്ലെങ്കിൽ ദഹനവുമില്ല. ലാബ് ഹീറോയാണ്.